അതിരപ്പള്ളിയിൽ സെപ്റ്റിക് ടാങ്കിൽ കാട്ടാന വീണു. കാലടി പ്ലാന്റേഷനിൽ ഏറുമുഖം ഫോറസ്റ്റ് സ്റ്റേഷന് സമീപമാണ് കുട്ടിയാന സെപ്റ്റിക് ടാങ്കിൽ വീണത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. വിവരങ്ങളുമായി സാനു കെ സജീവ് ചേരുന്നു. സാനു, ദൃശ്യങ്ങളിൽ കാണാം കുട്ടിയാന ഈ സെപ്റ്റിക് ടാങ്കിലാണ് വീണിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ ഈ കുട്ടിയാനയെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? ഒപ്പം എപ്പോഴായിരുന്നു ഈ സംഭവം? ആരുടെ ശ്രദ്ധയിലാണ് ഈ വിഷയം ആദ്യം പെട്ടത്? വൈകിട്ടാണ് ഈ ആന ഈ ഒരു സെപ്റ്റിക് ടാങ്കിൽ പെട്ടതെന്നാണ് പ്രാഥമികമായിട്ട് കരുതുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. വളരെ അവശനായിട്ടുണ്ട് ആന. കാരണം ആ ഒരു ചെറിയൊരു സ്ഥലത്താണ് ഈ ആന മണിക്കൂറുകളായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളത്. അതിനെ കരക്ക് കയറ്റി വിടുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ശ്രമം വനംവകുപ്പിന്റെയൊക്കെ ഭാഗത്തുനിന്ന്. മാത്രമല്ല, കാലടി പ്ലാന്റേഷൻ അതിരപ്പള്ളി പ്രദേശത്തൊക്കെയാണ് ഇപ്പോൾ ഈ ഒരു ആന ഇപ്പോൾ സെപ്റ്റിക് ടാങ്കിൽ വീണിരിക്കുന്നത്. ആ പ്രദേശത്ത് വലിയ രീതിയിൽ ആനയുടെ സാന്നിധ്യമൊക്കെ ഉള്ളതാണ്. പലപ്പോഴും ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ RRT സംഘമൊക്കെ വീടുകളിലേക്ക് എത്തുന്ന ആനയെ പോലും തുരത്തി ഓടിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്. അതിനിടയിലാണ് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് സ്റ്റേഷന്റെ സമീപത്തെ സെപ്റ്റിക് ടാങ്കിൽ ആന വീണിട്ടുള്ളത്. ആനയെ അധികം വൈകാതെ തന്നെ കരയ്ക്ക് കയറ്റി സുരക്ഷിതമായിട്ട് ഇറക്കി വിടുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ആ കാട്ടാന ഏറെ ശ്രമകരപ്പെട്ട ഇത്തരത്തിൽ മുകളിലേക്ക് കയറി വരാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ അതിന് സാധിക്കുന്നില്ല. എന്തായാലും ഇപ്പോൾ വനപാലകരടക്കം വനംവകുപ്പ് അടക്കം ഈ കുട്ടിയാനയെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമം പുരോഗമിക്കുകയാണ്. എന്തായാലും കുട്ടിയാന വളരെ വേഗത്തിൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും പുറത്തേക്ക് കയറട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു സാനു കെ സജീവ്.